എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഞാനിപ്പോൾ ഉള്ളത് ഫ്ലോറൻസിൽ പിറ്റി പാലസ് എന്ന് പറയും. പിറ്റി പാലസ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് പറയാം. അവിടെയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെദിച്ചി ഫാമിലി, ഫ്ലോറൻസ് ഭരിച്ചിരുന്ന മെദിച്ചി പ്രഭു കുടുംബത്തിൻ്റെ പാലസാണിത്. മെദിച്ചി ഫാമിലിയാണ് നവോത്ഥാനത്തിന് ഏറ്റവും മുൻകൈ എടുത്ത യൂറോപ്പിലെ ഫാമിലി. ഭയങ്കര പവർഫുള്ളായിരുന്നു. അവർ ബാങ്കേഴ്സായിരുന്നു. യൂറോ വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പം ഉള്ളത് പിറ്റി പാലസിലാണ്. പിറ്റി പാലസ് ഫ്ലോറൻസിലാണ്. 1458 ഈ കോട്ട ഇവിടെ സ്ഥാപിതമായത്. ഇത് ലൂക്ക പിറ്റി എന്ന് പറയുന്ന അന്നത്തെ ഒരു വലിയ ബാങ്കറായിരുന്ന ഒരാളുടെ വാസഗൃഹമാണ്, അയാളുടെ കൊട്ടാരമാണിത്. അതിനുശേഷം 1549 മെദിച്ചി ഫാമിലി ഇത് വാങ്ങുകയായിരുന്നു അവരുടെ കയ്യിൽ നിന്ന്. ഈ മെദിച്ചി ഫാമിലിയും ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഒരു വലിയ ബാങ്കറായിരുന്നു. അവർ പിന്നീട് ഇവിടുത്തെ റൂളിംഗ് ഫാമിലി ആയിട്ട് മാറുകയായിരുന്നു. അവർ ടസ്കണി റീജിയൻ മുഴുവൻ ഭരിച്ചിരുന്ന ഒരു വലിയ ഫാമിലിയാണ് മെദിച്ചി ഫാമിലി എന്ന് പറയുന്നത്. അവരാണ് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ നവോത്ഥാനത്തിന് മുന്നിട്ട് ഇറങ്ങിയ ഏറ്റവും വലിയ ഫാമിലി. ഒരു റസ്റ്റിക് രീതിയിലാണ് ഈ ബിൽഡിങ് പണിതിരിക്കുന്നത്. ഒരുപാട് ഏരിയ ഉണ്ടത്. ഒരു 3 ഡൈനാസ്റ്റിയുടെ ചരിത്രം പറയാനുണ്ട് ഇതിന്. ഈ കാണുന്നത് ഒരു ഇൻസ്റ്റലേഷനാണ്. നമ്മൾ ചെന്ന സമയത്ത് ഇവിടെ ചെയ്തതാണ്. ഇത് ചെന്നായ്ക്കൾ ആക്രമിക്കാൻ നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പറ്റം ചെന്നായ്ക്കൾ ആക്രമിക്കാൻ നിൽക്കുന്ന ഒരു രീതിയാണ് ഈ ഇൻസ്റ്റലേഷനുള്ളത്. ഇപ്പോഴത്തെ യൂറോപ്പിൻ്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഇൻസ്റ്റലേഷൻ കറക്റ്റാണ്. എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ ഒരുപാട് ചെന്നായ്ക്കൾ യൂറോപ്പിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. യൂറോപ്പിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്, ആക്രമിക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. കണ്ടോ, ഇത് ഭയങ്കര ഫീലാണ്. നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിലാണ് ഇത് പണിത് വെച്ചിരിക്കുന്നത്. നമ്മളിനി ഈ പാലസിൻ്റെ അകത്തേക്ക് കിടക്കാൻ പോവാണ്. 16 യൂറോ ആണ് ഇതിൻ്റെ അകത്തേക്ക് കിടക്കാനുള്ള എൻട്രി ഫീ. നമ്മൾ അവസാനം പിറ്റി പാലസിൻ്റെ അകത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഹ്യൂജ് മ്യൂസിയമാണ്. മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നിലകളുള്ള ഒരുപാട് ഒറിജിനൽ പിക്ചേഴ്സും സ്റ്റാച്യൂസും ഒക്കെയുള്ള ഒരു വലിയ മ്യൂസിയമാണിത്. സത്യമായും നിങ്ങൾക്ക് കാണുമ്പം ബോറടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അതുപോലെ ഏരിയ ഉണ്ടിത്, അതുപോലെ സമയമെടുക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹമാണ് കൊസിമോ മെദിച്ചി ഒന്നാമൻ. 1494 ഫ്ലോറൻസിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകുകയും ഈ മെദിച്ചി ഫാമിലീനെ ഈ പിറ്റി പാലസിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. എന്നുവെച്ചാൽ ഫ്ലോറൻസിൽ നിന്ന് മൊത്തമായിട്ട് ഇറക്കി വിട്ടു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ 1512 ഇദ്ദേഹമാണ് ഫ്ലോറൻസ് തിരിച്ചു പിടിക്കുകയും പിന്നീട് ഈ പിറ്റി പാലസ് വീണ്ടും മെദിച്ചി ഫാമിലിയുടെ ഒരു വാസഗൃഹമായിട്ട് മാറുകയും ചെയ്തത്. പിന്നീട് ഇദ്ദേഹം 1540 വരെ ഇവിടുത്തെ ഡ്യൂക്കായിട്ട് ഇദ്ദേഹം ഉണ്ടായിരുന്നു. അതാണ് ഈ മെദിച്ചി ഫാമിലീൻ്റെ ഒരു കഥ. ഇതൊരു ഈ മെദിച്ചി ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര ആർട്ട് ലവേഴ്സായിരുന്നു. അവർക്ക് അവരുടെ മാർബിൾ ശില്പങ്ങൾ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. ജൂഡിറ്റ് ആൻഡ് ഹോളോഫ്രൻസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് മാർബിൾ സ്കൾപ്ചേഴ്സിൻ്റെ ഒരു സെറ്റ് തന്നെ ഇവർക്കുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കലാകാരന്മാർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന ഒരു കളക്ടേഴ്സാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഫ്ലോറൻസ് അന്നത്തെ കാലത്ത് നവോത്ഥാനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വഹിച്ചിരുന്ന ഒരു നഗരമായിട്ട് മാറിയിരുന്നത്. ഒരു സമയത്ത് ഇറ്റലിയുടെ ഒരു സെൻട്രൽ പോയിൻ്റ് ഫ്ലോറൻസ് തന്നെയായിരുന്നു. ഈ കാണുന്നത് ഈ പാലസിൻ്റെ ഗാർഡനാണ്. നമ്മളങ്ങോട്ട് പോകുന്നുണ്ട്, വിശദമായിട്ട് കാണാം.
പാമ്പിന് പാല് കൊടുക്കുന്ന സ്റ്റാച്ചു. ഇതൊരു ചൈനീസ് പോട്ടാണ്, ചൈനീസ് വർക്കാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതുണ്ട്. ഇതൊരു ടേബിളാണ്. അതിമനോഹരമായ വർക്കുകളാണ് ഇവിടെ ഉള്ളത് മുഴുവനും. ഇതൊക്കെ നമ്മളുടെ മൈക്കലാഞ്ചലോ തൊട്ടിട്ടുള്ള കലാകാരന്മാർ, പിക്കാസോ, മൈക്കലാഞ്ചലോ, ബെർണീനി, അങ്ങനെയുള്ള എല്ലാ കലാകാരന്മാരും, ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ ചിത്രകാരന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ കരവാജോ എന്ന് പറഞ്ഞിട്ടൊരു ചിത്രകാരനുണ്ട്. അത് ഞങ്ങൾ താമസിക്കുന്ന ഈ ഫ്ലോറൻസിലും ബെർഗമോയിലും ഒക്കെയുള്ള ഒരു കലാകാരനാണ്. കരവാജോ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹം വരെ വരച്ച ചിത്രങ്ങൾ ഇവിടെ ഉണ്ട്. അതൊക്കെ ഒറിജിനലാണ്. ഇവർ ഒന്നും എവിടെ എടുത്തു വെച്ചിട്ടില്ല. ഇതൊക്കെ ഒറിജിനലാണ്. ഇവർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി, അതായത് എക്സിബിഷനൊക്കെ വരുന്ന സമയത്ത് ഇവർ ഈ സാധനം എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് വീണ്ടും തിരിച്ച് ഇതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കും. ഇവിടെയുള്ള എല്ലാ വർക്കുകളും തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വർക്കുകളാണ്. 1600, 1400, 1200 ആ കാലഘട്ടത്തിലൊക്കെയുള്ള വർക്കുകളാണ് ഇവിടെയുള്ളത് മുഴുവനും. ഇപ്പം ഈ നമ്മളിപ്പം റൂഫിൽ കാണുന്ന ചില വർക്കുകളൊക്കെ ലൂക്ക ജോർദാനോ എന്ന് പറയുന്ന കലാകാരനൊക്കെ വരച്ച വളരെ പ്രശസ്തമായ സീലിംഗ് വർക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ 1682 ചെയ്ത വർക്കുകളാണ്. ആയിരത്തി 1485 ഫിലിപ്പോ ലിപ്പി എന്ന് പറയുന്ന കലാകാരൻ വരച്ച മദർ മേരി വിത്ത് ചൈൽഡ് എന്ന് പറയുന്ന ഒരു ചിത്രമാണ് ആ റൗണ്ട് ഫ്രെയിമിൽ നിങ്ങൾ കാണുന്നത്. വളരെ മനോഹരമാണ്. അത് നേരിട്ട് കാണാൻ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട്.
നിങ്ങൾ ഈ കാണുന്ന പെയിൻറ്റിങ് വളരെ വിലമതിക്കാനാവാത്ത ഒരു പെയിൻറ്റിങ്ങാണ്. ഇത് ജൂഡിറ്റ് ഹോൾഡ് ദ ഹെഡ് ഓഫ് ഹോളോഫെർനെസ് എന്ന് പറയുന്ന ഒരു പെയിൻറ്റിങ്ങാണ്. ഇത് ക്രിസ്റ്റോഫനോ അല്ലോരി എന്ന് പറയുന്ന ഒരു കലാകാരൻ വരച്ചതാണ്. അതിനൊന്നും വിലമതിക്കാൻ പറ്റാത്തത്ര വിലയുള്ള ചിത്രങ്ങളാണ് ഇവിടെയുള്ളത് മുഴുവനും. ഇന്നത്തെ കാലത്തെ ടൈൽസ് വർക്കാണ്. ഇത് മുഴുവൻ ടൈലാണ്, പീസ് ടൈല്, മൊസൈക്കല്ല. ഈ ഈ ഈ വർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ അന്നത്തെ കാലത്തെ കലാകാരന്മാരുടെ ഒരു ഡെഡിക്കേഷനും പരിപാടികളൊക്കെ. ഇപ്പം നമ്മൾ എല്ലാവരും ചെട്ടിനാട് എന്നുള്ള ഹാൻഡ് മെയ്ഡ് ടൈൽസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഇവരുണ്ടാക്കിയ സംഭവങ്ങളാണിത്.
ഈ ഹാളിന് പേരിട്ടിരിക്കുന്നത് വൈറ്റ് ഹാൾ എന്നാണ്. കാരണം ഇവിടെയുള്ള വസ്തുക്കൾ മുഴുവനും വൈറ്റാണ്, ഇവിടുത്തെ പെയിൻറ്റും വൈറ്റാണ്, ഫുൾ വൈറ്റ് തീമിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ വൈറ്റ് ഹാൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതിൽ പല സാധനങ്ങളും ഇവർ ആനക്കൊമ്പ് കൊണ്ട് ചെയ്തതും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടേബിളുകളും ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പം ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളുണ്ട്, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് ഭയങ്കര വലിയ പാലസാണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ ഗാർഡനിലേക്ക് പോവാണ്. ഗാർഡനും ഏകദേശം ഒരു 1-2 ഏക്കർ ഗാർഡനുണ്ട്. ഇത് ഒരുപാട് സ്ഥലമുണ്ട് കാണാനായിട്ട്. ഗാർഡനിൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ വലിയ ചെടിയോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് ഒരു ഗാർഡൻ അങ്ങനെയുള്ളതേ ഉള്ളൂ. പക്ഷേ രസമുണ്ട്, നമുക്ക് ഈവനിങ്ങിലൊക്കെ നടക്കാനൊക്കെ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. നമ്മളിവിടെ പോയത് സമ്മർ ടൈമിലാണ്, അതുകൊണ്ട് തന്നെ ഒരുമാതിരി കരിഞ്ഞുണങ്ങിയ അവസ്ഥയായിരുന്നു. സ്പ്രിങ് ടൈമിൽ പോവുകയാണെങ്കിൽ ഇവിടെ ഫുള്ള് പൂക്കളും പരിപാടികളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരിക്കും. നമുക്കൊരു കണ്ണിനൊരു നല്ല കുളിർമ കിട്ടും. ഈ സമയത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടാണ്, കുറേ നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കയ്യിൽ കരുതിയില്ലെങ്കിൽ നമ്മുടെ ഇടപാട് തീരും. അങ്ങനൊരവസ്ഥയാണ്. കത്തീഡ്രൽ കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുക. രാവിലെ എണീക്കാൻ പറഞ്ഞാൽ എണീക്കണ്ടേ, പോത്തുപോലെ കിടന്നുറങ്ങുമല്ലേ നമ്മൾ രണ്ടും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്. അവിടെ ആണെങ്കിൽ ഫ്രീ ടിക്കറ്റ്, കത്തീഡ്രലിൽ ഫ്രീ ടിക്കറ്റാണ്. ഞങ്ങൾ വന്ന് അന്നോട്ടിട്ട് ട്രൈ ചെയ്യണം അതിൻ്റെ അതൊന്ന് കയറാൻ വേണ്ടി. രാവിലെ ഈ കണ്ട സായിപ്പ് മുഴുവൻ വന്നിട്ട് ക്യൂ നിൽക്കും. ഇവന്മാർക്കൊക്കെ ഒരു 12 മണിക്കൊക്കെ എണീറ്റാൽ പോരെ. നമ്മൾ 10 മണിക്ക് നല്ല വരുമ്പോഴത്തേക്ക് അവിടെ ഫുള്ള് ക്യൂ. അങ്ങനെയാണ് ഞങ്ങൾ പിറ്റി പാലസ് എടുത്തത്. പിറ്റി പാലസ് തന്നെയല്ലേ പ്രൊനൗൺസ് ചെയ്യാം? ഓക്കെ, പിറ്റി പാലസ് എടുത്തു. പിറ്റി പാലസിൻ്റെ അടുത്ത് ഒരുമാതിരി സ്വർഗത്തിൽ വരച്ച് വെച്ച പോലെ ഉള്ള വരകാരം മുഴുവൻ കുത്തിയിരുന്ന് വരച്ച് വെച്ചിരിക്കുക. എന്തുമാത്രം പെയിൻറ്റിങ്സാണ്. നിങ്ങൾക്കൊക്കെ ബോറടിക്കത്തില്ലെങ്കിൽ ഞാനതിടും. എന്തായാലും ഇടും. കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ചില പാലസുകൾ മാത്രമേ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കാറുള്ളൂ. അതൊരു ഭയങ്കര വലിയ പോയിൻ്റാണ്. അതിൻ്റെ അകത്ത് ഉള്ള സ്ക്രിപ്റ്റ്സും പെയിൻറ്റിങ്സും എല്ലാം ഒറിജിനലാണ്, 100% ഒറിജിനൽ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഇവർ കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് അനുഭവമുണ്ട്. ഞങ്ങൾ എവിടെയാണ്, വിയന്നയിൽ ആ പാലസ് ഏതായിരുന്നു? ബെൽവെദേരെ അല്ലല്ലോ, ഷോൺബോൺ പാലസ്. ഷോൺബോൺ പാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയതാണ്, കുറച്ചുകൂടെ വലിയ പാലസാണ്. അത് പിന്നെ ഒരു കിങ്ങാണ്, ഇത് പിന്നെ ഒരു പ്രഭു ആണെന്ന് വയ്ക്കാം. അതിൻ്റെ അകത്ത് ഓരോ കൺട്രി ബേസ്ഡ് വർക്കാണുള്ളത്. കൺട്രി ബേസ്ഡ് വർക്ക്, ഇന്ത്യയുടെ വർക്കുണ്ട്, ചൈനയുടെ വർക്കുണ്ട്. അങ്ങനെ ഓരോരോ പോർഷനായിട്ട് അന്നത്തെ രാജ്ഞി അത് ചെയ്തു വെച്ചിരിക്കുക.
അതൊക്കെ നമ്മൾ അവിടെ പൈസ കൊടുത്ത് കയറുന്നവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ എടുത്തപ്പോഴത്തേക്കും എന്നെ പൊക്കി. അത് സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. അവിടെ ക്യാമറ വെപ്പിച്ചിട്ട് ഞങ്ങളെ കയറ്റിവിടുക ചെയ്ത്. അപ്പം 1654 തൊട്ടിട്ടുള്ള അല്ലെങ്കിൽ 1100-ആം ആണ്ട് തൊട്ടിട്ടുള്ള പെയിൻറ്റിങ്സ് അതിൻ്റെ അകത്തുണ്ട്. അതൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട്. സംഭവം ബോറടിക്കുന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഇത് മാത്രമല്ലേ ഉള്ളൂ. അതിൻ്റെ ഫ്രെയിംസ് എല്ലാം ഗോൾഡാണ്, ഗോൾഡ് പ്ലേറ്റഡും ഒക്കെയാണ്. ഒരു രക്ഷയില്ല, ഭയങ്കര ഭംഗിയാണ്. ഇതൊരു ഫൗണ്ടനാണ് പിറ്റി പാലസിലുള്ള. അതിൻ്റെ മുകളിലുള്ള വർക്കുകൾ നോക്കൂ. എന്തോ ഒരു ടൈപ്പ് വർക്കാണ്. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത ഒരു വ്ളോഗുമായിട്ട് അടുത്ത ദിവസം കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ, സീ യു. Like, share, subscribe, Eurovlog.